സർ, AKG സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമി തർക്ക വിഷയം കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് AKG സെൻറ്ററിൻ്റെ പഠന ഗവേഷണ കേന്ദ്രം, അതിൻ്റെ ഒരു 50 സെൻറ്റ് സ്ഥലം, ഒരു 40 സെൻറ്റ് സ്ഥലം, അങ്ങനെ കുറച്ച് വിഷയങ്ങളിൽ പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ചർച്ചകളിലുണ്ടത്. അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി കൃത്യമായിട്ടും ഇതിൽ അന്വേഷണം വേണമെന്ന് കാണിച്ച് ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ് CPM-ന്. അത് വലിയൊരു തിരിച്ചടി തന്നെയാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. AKG സെൻറ്റർ പലരുടെയും തറവാട്ട് പേരിന് പകരം AKG സെൻറ്ററിൻ്റെ പേര് ഉപയോഗിച്ച് തുടങ്ങിയ CPM നേതാക്കളുടെ, അതായത് പേരെടുത്ത് പറയാതെ തന്നെ നമുക്കറിയാം, എക്സാലോജിക്കിൻ്റെ അഡ്രസ്സ് തന്നെ വരുന്നത് AKG സെൻറ്റർ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ AKG സെൻറ്ററിൽ ഇങ്ങനത്തെ ഒരു ചട്ടവിരുദ്ധമായിട്ട് ഇങ്ങനെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഇത് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി തന്നെ നേരിട്ടൊരു ഇടപെടൽ നടത്തുമ്പോൾ ഇതെങ്ങനെയാണ് CPM-നെ ഇനി ബാധിക്കാൻ പോകുന്നത് സർ? ഈ സംഭവം പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, AKNയുടെ ഇന്നലത്തെ പത്രസമ്മേളനമുണ്ട്. ഈ സ്ഥലം CPM-ന് AKG പഠന ഗവേഷണ കേന്ദ്രം നടത്താനൊരു ചാരിറ്റബിൾ പർപ്പസിനായിട്ട് കൊടുക്കുന്നത് മറ്റാരുമല്ല, അത്രയും അടുത്ത യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം കൊടുക്കുന്നത് AK ആൻ്റണിയാണ്. അപ്പോൾ AK ആൻ്റണിയുടെ എന്നിട്ടും ഇത്രയെല്ലാം ചെയ്തിട്ടും AK ആൻ്റണിയോട് മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള വിഷമമാണ് ഇന്നലെ കണ്ടത്. അല്ലാണ്ട് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യാത്തതിലുള്ള വിഷമമല്ല. ഞാനിവരെ ഇത്രയൊക്കെ സഹായിച്ചിട്ട് പിണറായി വിജയൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ, അല്ല പിണറായി വിജയൻ്റെ ഓഫീസ് വരെ ആണെങ്കിൽ ദാനം ചെയ്ത സ്ഥലത്തായിരിക്കുന്നത്, മകളുടെ ഓഫീസ് വരെ. എന്നിട്ടും പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള സങ്കടമാണ് ആന്റണി ഇന്നലെ യഥാർത്ഥത്തിൽ പ്രകടിപ്പിച്ചത്. അത് കോൺഗ്രസ്സുകാരുടെ പെടലിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ആന്റണിയുടെ വീണ്ടും അതുപോലുണ്ട്. ഏറ്റവും വലിയ അഴിമതിക്കാരെന്ന് എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന എളമരക്കരി, ഉമ്മൻചാണ്ടിയുടെ കെട്ടിടം സെക്രട്ടേറിയറ്റ് വളഞ്ഞ് അപ്പീഡൽ സമരം നടത്തിയ നേതൃത്വം കൊടുത്ത എളമരക്കരിയും കേരളം കണ്ട ഏറ്റവും നല്ല വ്യവസായ മന്ത്രിയാണെന്ന് പറഞ്ഞു. അതും സർട്ടിഫിക്കറ്റും കൊടുത്തേരാ. ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് എല്ലാവിധ ഗുഡ് സർട്ടിഫിക്കറ്റും വാട്ടർ സർട്ടിഫിക്കറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ആന്റണിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ആന്റണിക്ക് വേദന വന്നത്. അതിനെ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ എതിർത്തില്ല എന്ന് ആന്റണി ചോദിക്കുന്നത്. അതിനെ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ എതിർക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ നല്ല ഈ ചെയ്തതിനെപ്പറ്റിയും കോൺഗ്രസ്സുകാർ എതിർക്കണ്ടേ? ആന്റണി AKG സെൻറ്ററിന് സ്ഥലം കൊടുത്തതിന്, കളമര കരിമിനെ, ഇതിനെയൊക്കെ കോൺഗ്രസ്സുകാർ എതിർക്കണം. അപ്പോൾ അതുകൂടെ ആന്റണി പറയണമായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റാണ്, ഇവരെ ഇങ്ങനെ തെറ്റായി ഞാൻ കണക്കൂട്ടിയാണ് കൊടുത്തത്, ഇവരെ വിശ്വസിച്ചാണ്. അതിനു മുമ്പ് വേറെ ഒത്തിരി മണ്ടത്തരങ്ങൾ തന്നെയുണ്ട്. ഇന്നലെ കഴിഞ്ഞ് നമ്മൾ ചർച്ച പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ AKG സെൻറ്ററിൻ്റെ സ്ഥലം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സ്ഥലമാണ്, കുറച്ച് മുഴുവനല്ല കുറച്ച്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ SFIക്കാരെ പിള്ളേരുണ്ട്, എല്ലാം ചെകുവരയുടെ താവഴി പരമ്പരകളാണെന്നാണ് പറയുന്നത്. ഏത് അനീതിക്കെതിരെ സമരം ചെയ്യും, പ്രിൻസിപ്പളിൻ്റെ തലമുടിക്കുത്തിന് പിടിക്കും, പെമ്പിള്ളേരുടെ നാഭിക്കിട്ട് തൊഴിക്കും, എന്തും ചെയ്യും. അപ്പം ആ പാരമ്പര്യം പിന്തുടർന്ന്, ആർഷയുടെ പാരമ്പര്യം പിന്തുടരുന്ന അതാണ് ആർഷയുടെ പാരമ്പര്യം പിന്തുടരുന്ന SFIക്കാർ അനങ്ങിയോ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട്? എന്താ ഇറങ്ങാത്ത? അല്ല, അപ്പോൾ പിന്നെ രണ്ടാമത് ഇപ്പോൾ ഏറ്റവും ഗൗരവമുള്ള വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഈ സംഭവം നടക്കുമ്പോൾ ആരായിരുന്നു പ്രതിപക്ഷ നേതാവ്? ഇതിനെ എത്ര ശക്തമായിട്ട് എതിർക്കാൻ ഇപ്പുറത്ത് കോൺഗ്രസ്സുകാർക്ക് പറ്റിയിട്ടുണ്ടോ? കൊടുത്തത് പോട്ടെ, ആന്റണി അത്ര വലിയ ഔദാര്യം ചെയ്തു, പക്ഷേ അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കോൺഗ്രസ്സുകാർ സമരം ചെയ്തിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്തിനാ ആന്റണി മിണ്ടാത്തത്? ഒരു കോൺഗ്രസ്സുകാരനും സമരം ചെയ്തിട്ടില്ല. അന്നും കോൺഗ്രസിന് MLA-മാരുണ്ട്, പിന്നീട് മന്ത്രിസഭ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ഇതിൻ്റെ അപകടം കാണേണ്ടത് നമ്മളെക്കാൾ ആദ്യം, അല്ലെ കേരളത്തിലെ സുപ്രീം കോടതിയേക്കാൾ ആദ്യം ഇതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞത് പിണറായി വിജയനാണ്, ഈ മന്ത്രിസഭയാണ്. അതിൻ്റെ കാരണം അടുത്ത നാളിൽ പുറമ്പോക്ക് കൈവശം ഇരുന്ന് കഴിഞ്ഞാൽ 12 വർഷം അല്ലെ കൈവശാവകാശം കൊടുക്കാനൊരു തീരുമാനം മന്ത്രിസഭ എടുത്തിട്ടുണ്ട്. അപ്പോൾ വ്യക്തികൾക്കും, സ്വകാര്യ വ്യക്തികൾക്കും മറ്റുള്ളവർക്കും പുറമ്പോക്ക് വസ്തു കയ്യിലിരുന്നാൽ പോലും, സർക്കാരിൻ്റെ സ്വത്ത് കയ്യിലിരുന്നാൽ പോലും വേണമെങ്കിൽ അത് പട്ടയം കൊടുത്താൽ ലീഗലൈസ് ചെയ്യാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സ്ഥലമുണ്ടെന്ന് കണ്ടെത്തിയാൽ ഈ നിയമം വെച്ച് ആരുടേതാവും? സുപ്രീം കോടതി വിധിയെ നള്ളിഫൈ ചെയ്യാൻ ഇവർക്ക് പറ്റും. അതിനൊരു മുൻകൂർ ജാമ്യമായിരുന്നു യഥാർത്ഥത്തിൽ ആ തീരുമാനം എടുത്തത്. അതിനെപ്പറ്റി ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ടോ? എന്തേ ആ തീരുമാനത്തിൻ്റെ അപകടം ഇതിന് വേണ്ടി ഇങ്ങനെയല്ല. ഇപ്പോൾ ലംബോദരൻ്റെ വസ്തു ഇവിടെ പിടിച്ചു. പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ MM മണിയുടെ സഹോദരൻ ലംബോദരൻ്റെ വസ്തു ഇടുക്കിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം ഈ കാറ്റഗറിയിൽ പെടുത്തും. അഡ്വൈസ് പൊസഷൻ എന്ന് പറയും. 12 വർഷത്തേക്ക് തുടർച്ചയായിട്ട് സ്ഥാനമാനങ്ങളിലെ അഡ്വൈസ് പൊസഷൻ.
അപ്പോൾ ആ കാറ്റഗറി പെടുത്തി ഈ വസ്തു എല്ലാം ഇവർക്ക് കൊടുക്കും. ആരൊക്കെ കയ്യേറിയിട്ടുണ്ടോ അവന് വല്ല ഒന്നോ രണ്ടോ പാവം പിടിച്ചാൽ അവനെ വേണേൽ ഒഴിവാക്കും. സഭയ്ക്ക് കൊടുക്കും, NSSന് കൊടുക്കും, SNDPക്ക് കൊടുക്കും, കയ്യേറിയത് കൊടുക്കും. ഇതാണ് ഈ ചുറ്റുവട്ടത്തിൽ. അങ്ങനെയല്ലാതെ AKG സെൻറ്ററിൻ്റെ പ്രവർത്തനം മരവിപ്പിക്കാൻ ശ്രമിക്കാൻ അടുത്ത കോൺഗ്രസ് ഗവൺമെൻറ് വന്നാൽ സാധിക്കുമോ? UDF ഗവൺമെൻറ് വന്നാൽ സാധിക്കുമോ? തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പോഴത്തെ അവർക്ക് UDF ഇപ്പം അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ KC വേണുഗോപാലായാലും സതീശനായാലും രമേശായാലും സുധാകരൻ ഒഴികെ ആരായാലും അവരും കുറച്ച് കയ്യേറാൻ നോക്കുകയുള്ളൂ. അവർ വേറെ പൈസ കൊടുക്കാൻ നോക്കും, ഇതുപോലെ അവരുടെ ആൾക്കാർക്ക്, സ്വന്തക്കാർക്കോ അല്ലെങ്കിൽ ബന്ധക്കാർക്കോ ആർക്കെങ്കിലും. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർ ഒരു തെറ്റ് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആ തെറ്റ് നമുക്കൂടെ ആവർത്തിക്കാൻ പറ്റിയല്ലോ. KM മാണി ഇത്രയും അവിടുത്തെ മൂന്നാറിലെ വനൻ്റെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ KM മാണി ചങ്കത്ത് കൈവച്ചെന്നാണ് പറഞ്ഞത്. ഇത്രയും സ്ഥലം ഇനിയും മിച്ചം കിടപ്പുണ്ടായിരുന്നോ കയ്യേറാൻ, ഇത്രയും തടി ഇനിയും മിച്ചം നിൽപ്പുണ്ടായിരുന്നോ എന്ന് പറഞ്ഞാണ്. പിന്നെ അപ്പോൾ ആ രീതിയിലേക്ക് AKG സെൻറ്ററിൽ സുപ്രീം കോടതി ഇപ്പോൾ ടേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പിണറായി വിജയനും കുടുംബത്തിനുമെതിരായി നടക്കുന്ന എല്ലാ കേസുകളും സുപ്രീം കോടതി തുടങ്ങി വയ്ക്കും. നമ്മളൊരു ആകാംക്ഷ ഉണ്ടാക്കും, അതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോയി കാണുന്നില്ല. സുപ്രീം കോടതി ആയിരിക്കില്ല, ബന്ധപ്പെടുന്ന വക്കീലന്മാരായിരിക്കും, സുപ്രീം കോടതിക്ക് പങ്കും കാണില്ല. പക്ഷേ ഇതൊരു 15 ദിവസത്തേക്കോ അല്ലെങ്കിൽ 15 വർഷത്തേക്കോ മാറ്റി വയ്ക്കുന്ന 15 പ്രാവശ്യം 20 പ്രാവശ്യം മാറ്റി വയ്ക്കുന്നൊരു കേസായിട്ട് ഇത് മാറിയല്ലെന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റുന്നത്? ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് പ്രതിപക്ഷം ഇങ്ങനെ നിൽക്കുമ്പോൾ. അല്ല ഇതിൻ്റെ ബെനിഫിഷ്യലായിട്ട് പ്രതിപക്ഷം വരുമെന്ന് ചിലപ്പോൾ. അതെ, പ്രതിപക്ഷത്തിൻ്റെ നാവ് അനങ്ങാത്തിടത്തോളം കാലം പ്രതിപക്ഷം ഒറ്റ പ്രാവശ്യം പറയും, അതിനപ്പുറത്തേക്ക് പറയുകയില്ല. അതെ, ഒരു കാര്യം പറയുക. പല വിഷയങ്ങളിലും ഇത് തന്നെയാണ്. അടിയന്തര പ്രമേയം എന്നുള്ളത് വേറൊരു എന്നാ പറയുക, നമ്മുടെ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറഞ്ഞൊരു ആഘോഷം മാത്രമാക്കിയില്ലേ അടിയന്തര പ്രമേയം? അല്ല, അത് ഏറ്റവും എനിക്ക് ചതിയായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അടിയന്തര പ്രമേയം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സഭയിൽ ചർച്ച ഉണ്ടാവുന്നു, അപ്പൊ തന്നെ വാക്കൗട്ട് നടത്തുന്നതിനോട് അങ്ങേയറ്റം എനിക്ക് എതിർപ്പുള്ള ആളാണ് ഞാൻ. വാക്കൗട്ട് നടത്തുന്നത് അവർക്ക് ഉത്തരം പറയണ്ട, അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് പോലെയാണ്. ഇവരെ അങ്ങോട്ട് വിട്ടേക്കണം, നമ്മൾ വാക്കൗട്ട് നടത്തി പുറത്തു വരാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് പോകും. ഇതിപ്പോ വാക്കൗട്ടോട് വാക്കൗട്ട് മിണ്ടുക, അവര് തിരിച്ചു പറയുക, ഇറങ്ങിപ്പോരുക. ഡെയിലി ഇങ്ങനെ അടിയന്തര പ്രമേയം കൊടുക്കുക, വാക്കൗട്ട് നടത്തി തിരിച്ചു പോരാനാണെങ്കിൽ ഇതുപോലെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് എന്തിനാ നമ്മുടെ ഒരു ദിവസവും കളഞ്ഞ് ഇലക്ഷന് ക്യൂ നിന്ന് വോട്ടും ചെയ്ത് ഇവരെ വിട്ടിട്ട് വാക്കൗട്ട് നടത്തി പുറത്തു പോരാനാണെങ്കിൽ ഇവർ എന്തിനാണ്? അംഗൻവാടിയിലെ പിള്ളേർക്ക് മൂത്രപ്പുരയില്ല, അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിക്കും, സർക്കാർ അനുവദിക്കും, വാക്കൗട്ട് നടത്തും, ചർച്ച നടക്കും, അവിടെ തീർത്തു. എല്ലാം അങ്ങനെയാണ്. അങ്ങനെ കൊണ്ടുവന്ന് പരിഹാസ്യമായ ഒരു രാഷ്ട്രീയ അതൊരു പെർമുട്ടേഷൻ കോമ്പിനേഷൻ. ശരിക്കും ഒരു ഒത്തുകളി പോലെ, ഒത്തുകളികളൊക്കെ അപ്പുറം. അത് നമ്മൾ മണ്ടന്മാരാകും. ഏതെങ്കിലും ചാനലുകാരൻ മൈക്കും കൊണ്ട് അതിന്റെ പുറകെ നടക്കും, അതിന്റെ പുറത്ത് വന്നിട്ട് അവരൊരു സമരം ചെയ്യും. തമ്മിൽ സംസാരം വേണ്ട. നമുക്ക് ഏറ്റവും ആദ്യത്തെ ചർച്ച വേണ്ട മാധ്യമങ്ങളെ തന്നെയാണ് നമ്മൾ വിചാരണ ചെയ്യണം, നമ്മൾ ഉൾപ്പെടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്. ഇവരെ വാക്കൗട്ട് നടത്താനല്ല നമ്മൾ വിടുന്നതെന്നുള്ളത് എത്ര തവണ നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാകാത്തൊരു പ്രതിപക്ഷം എന്നുള്ളത് നമ്മളുടെ ഒരു വലിയ പരാജയം തന്നെയാണ്. മനസ്സിലാകാഞ്ഞിട്ടല്ല, അതിന്റെ കൊടുക്കൽ വാങ്ങലുകൾ അവിടെ ഉണ്ട് എല്ലാ കാര്യത്തിലും. ശരിക്കും ജനങ്ങൾ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. മണ്ടന്മാരാണ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുപ്രീം കോടതി വിഷയത്തിലും സാറ് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ അപ്പുറത്തേക്കൊന്നും നടക്കാൻ എവരി പീപ്പിൾ ഗെറ്റ്സ് എ ഗവൺമെന്റ് ദേ ഡിസർവ് എന്നാ പറയുന്നത്. എല്ലാ ജനങ്ങൾക്കും അവർ അർഹിക്കുന്ന സർക്കാരിനെ കിട്ടും. ഇവിടെ കേരളത്തിലെ ജനങ്ങളെ അർഹിക്കുന്നത് പിണറായി വിജയനാണെങ്കിലും കിട്ടണ്ടേ, മൂന്നാം ടൈം കിട്ടണ്ടേ? അല്ലെ സതീശനെ കിട്ടുന്നെങ്കിൽ അത് നോക്കണം. സതീശനൊക്കെ മിടുക്കന്മാരായിരിക്കും എന്ന് വിചാരിച്ചിരുന്നവരാണ്. വളരെ പെട്ടെന്ന് അവരുടെ സ്വഭാവങ്ങൾ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് മാറി. സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ഇത് എന്ത് തിരിച്ചടിക്കുമെന്നാണ് പറയുന്നത്, എല്ലാ കാര്യത്തിനും തിരിച്ചടിക്കും. ഇനി ആകപ്പാടെ ഇത്ര നാളുള്ളൂ, അതിനിടയ്ക്കാണോ തിരിച്ചടിക്കാൻ പോകുന്നത്? അത് കേൾക്കുമ്പോൾ തന്നെ അപകാശതയാണ്. തിരിച്ചടിക്കാൻ സമയമില്ല, വാക്കൗട്ട് നടത്താനേ വാക്കൗട്ട് നടത്താനേ അതാണ് എല്ലാ വിഷയത്തിൽ എല്ലാ ദിവസവും അടിയന്തര പ്രമേയം. അപ്പൊ പിന്നെ പകുതി കാര്യങ്ങൾ നടക്കാൻ. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ചോദിച്ച 400 ചോദ്യങ്ങൾക്കാണ് ഇനിയും മന്ത്രിമാര് ഉത്തരം പറയാതെ വെച്ചിരിക്കുന്നത്. വാക്കൗട്ട് നടത്താൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. സതീശന് പേടിയുണ്ട്, നിയമസഭ കൂടിക്കൊണ്ടിരുന്നാൽ ഏതെങ്കിലും സമയത്ത് മാങ്കൂട്ടം കയറി ചെന്നാൽ വല്ലതും ഉണ്ടാൻ പറ്റുമോ? ആ അവസരം ഒഴിവാക്കാനും കൂടി ആയിരിക്കും സതീശൻ വാക്കൗട്ട് നടത്തി പെട്ടെന്ന് തന്നെ ഇറങ്ങി രക്ഷപ്പെട്ടു ഓടുന്നു. അല്ല, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ചോദിച്ച 400 ചോദ്യങ്ങൾക്കാണ് ഇപ്പോഴും പിണറായി മന്ത്രിസഭ ഉത്തരം പറയാതെ വെച്ചിരിക്കുന്നത്. ആ 400 എണ്ണത്തിന് ഈ കാലയളവ് കൊണ്ട് പോലും ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊന്ന് ചർച്ച ചെയ്യാനുള്ള സമയം പോലും എത്ര പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആരെ പറ്റിക്കാനാണ് ഇങ്ങനെ ഈ നിയമസഭാ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം നമ്മുടെ വേസ്റ്റ് ആക്കുന്നതെന്നുള്ളത് ഇവിടെ അതെ സാർ പറഞ്ഞതുപോലെ നമ്മൾ ഡിസേർവ് ചെയ്യുന്നത് ഇതൊക്കെ ആയിരിക്കാം. അതെ.